അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഒന്ന് ഗുരുവായൂർ പോകണമെന്ന്. അമ്മയെന്ന് പറഞ്ഞത് എൻ്റെ മദറല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒത്തിരി നാളായിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ടായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ചേച്ചി, ചേട്ടൻ്റെ മക്കൾ, ചേച്ചിയുടെ മക്കൾ, അങ്ങനെ കുഞ്ഞമ്മ, അങ്ങനെ കുറേ പേരൊക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ 2 BHK ഒരു 1 BHK കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് അവിടെ ചെന്നപ്പോൾ തോന്നിയിട്ട്. കാരണം അകത്തോട്ട് ഉള്ളോട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 2 BHKയും ഒരു 1 BHK എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അത്യാവശ്യം 2 റൂമല്ലേ, 2 റൂമിൽ കുറച്ച് പേരെ കയറ്റിയിട്ട് ഞാനും പിള്ളേർ സെറ്റും കൂടെ ഹാളിലൊരു സോഫ കം ബെഡ് ഉണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ആ ഏരിയ കൈയടക്കി കേട്ടോ. കുഞ്ഞമ്മേനും ചേച്ചീനെയും കൂടെ ഒരു റൂം കൊടുത്തു, അച്ഛനും അമ്മയ്ക്കും ഒരു റൂം കൊടുത്തു. പിന്നെ എൻ്റെ മൂത്ത മോനും ഹസ്ബൻഡും കുഞ്ഞമ്മയുടെ മോനും കൂടി മറ്റേ 1 BHKയിലോട്ട് പോയി. അങ്ങനെ ഞാനും ഞങ്ങളുടെ പിള്ളേർ സെറ്റും, ലച്ചു, ഗൗരി, എൻ്റെ ഇളയ മോൻ വാസു, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ സോഫാക്കം ബെഡിലോട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർ 3 പേരും കൂടെ പോയി. അവിടെ നോക്കിയപ്പോൾ അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചായ ഇടാന്നൊക്കെ പറഞ്ഞ് അവിടെ പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു ബ്ലാക്ക് ടീ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് പിള്ളേർ വന്നിട്ടുണ്ട്. അവർക്കൊരു രസമല്ലേ അതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിലത്തെ കസിൻസും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. കാരണം നമ്മളൊക്കെ ഒരുമിച്ചുള്ളപ്പോൾ നല്ല രസമല്ലേ, എന്ത് രസമല്ലേ, ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീല്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേർ കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട്, ഇൻസ്റ്റഗ്രാം റീലാണല്ലോ അപ്പം, അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ രാവിലെ വെളുപ്പിന്, അപ്പം നമ്മൾ ഉറങ്ങിയില്ല കേട്ടോ, ഞങ്ങൾ 3 പേരും ഉറങ്ങിയില്ല. നമ്മൾ വെച്ച് വെളുപ്പിനെ പോകാമെന്ന്. അപ്പം ഞാൻ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വെളുപ്പിനെ 2 മണിക്കാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങാതിരുന്നത്. 2 മണിക്കൊക്കെ ഇത്ര ഫ്രഷായിട്ട് കുളിച്ച് ഒരുങ്ങിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഉറക്കം എനിക്ക് വന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര അടിപൊളി സെറ്റാണ്. എനിക്കിന്ന് കൃഷ്ണനെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു മട്ടിലായിരുന്നു ഞാനങ്ങനെ വെളുപ്പിന് എല്ലാവരും ബാക്കിയെല്ലാം ഉറങ്ങി, ഞങ്ങൾ പിള്ളേരും ഞാനും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുങ്ങി റെഡിയായി. അങ്ങനെ രാവിലെ ഒരു 2:30 അടുപ്പിച്ച് എല്ലാവരും സെറ്റായി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ആൺകുട്ടികൾക്ക് ഉടുപ്പിടാൻ പറ്റത്തില്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റൊക്കെ ചുറ്റി അച്ഛനും കാലൊക്കെ വയ്യാത്ത, അപ്പം പതുക്കെ നമുക്ക് അങ്ങോട്ട് നടന്ന് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അകത്ത് ഷൂട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വരെ മതി, അതിന് ശേഷം അകത്തോട്ട് വേണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എടുത്തതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഞാൻ ഫോട്ടോയും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇവിടെ കടകളൊക്കെ കണ്ടപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് കൃഷ്ണനെയൊക്കെ കണ്ടു. 2 പ്രാവശ്യം കണ്ടു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഓടിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ആലപ്പുഴയൊക്കെ അടുപ്പിയായപ്പോൾ കല്ലുമ്മക്കായ വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും നല്ല വലിയ കല്ലുമ്മക്കായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് ഓപ്പോസിറ്റ് കടയിൽ കയറി. അപ്പോൾ അവിടെ കുറേ പാക്ക് ചെയ്ത്, അതായത് പൊളിച്ച സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ. കക്ക ഉണ്ടായിരുന്നു, കല്ലുമ്മക്ക ഉണ്ടായിരുന്നു, പൊളിച്ചുണ്ടായിരുന്നു, അങ്ങനെ പല പല ഡിസൈനിലുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമായിട്ട് കൊടുക്കുമല്ലേ? അതിനെത്ര? ഏത്? അതിനകത്ത് ഒന്നും ഇല്ലെങ്കിലോ? അതല്ലെന്ന് പറഞ്ഞത്. ഇത്ര ഐറ്റം ഉണ്ടോന്നാ ചോദിച്ചത്. വേണ്ട. ആലപ്പുഴയിൽ നിന്ന് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറി. എന്താ പറഞ്ഞാലും അവസാനം നമ്മൾ ബിരിയാണിയിലല്ലേ വരുള്ളൂ. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ അധികം ഓർഡർ ചെയ്തില്ല, കാരണം നമ്മൾ 2 ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 ഓർഡർ ചെയ്തോളൂ, ബിരിയാണി കഴിക്കുന്നവരെല്ലാവരും കൂടി. അപ്പോൾ പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് സദ്യയാണ് കേട്ടോ കഴിച്ചത്. അപ്പം ബാക്കി നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേര് ഓർക്കാത്തത്. ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ബിരിയാണി. എന്തോ ഒരു
ടേസ്റ്റ് കുറഞ്ഞ പോലെ. കാരണം ഞാൻ ഒത്തിരി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ബിരിയാണി. അതുകൊണ്ട് ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ തപ്പി പിടിക്കുന്നതുമില്ല. പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ബാക്കിയെല്ലാം കൊള്ളായിരുന്നു കേട്ടോ. ഈ കണവയുടെ ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കൊല്ലത്തൊന്നും ഈ തിരുവനന്തപുരത്തൊന്നും കഴിക്കുന്നതിൻ്റെ അത്ര ഒരു ഇത് വന്നില്ല സത്യത്തിൽ.